പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന നേതാവ് പ്രിയങ്കനായ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം എക്സ്-MP, ഏറ്റവും സ്നേഹം നിറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളായ സീനിയർ ജനറൽ സെക്രട്ടറി ശ്രീ മാനൂർ മോഹൻകുമാർ, സംസ്ഥാന അഡ്വൈസർ പ്രിയപ്പെട്ട ശ്രീ തോമസ് കണ്ണന്തറ, കേരള യൂത്ത് ഫ്രണ്ടിന്റെ പ്രിയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KV കണ്ണൻ, പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗങ്ങളായ ശ്രീ പ്രിൻസ് ലൂക്കോസ്, ശ്രീ VJ ലാലി, ശ്രീ KP പോൾ, ശ്രീ ജോർജ് പുളിങ്കാട്, സാബു ഉഴിങ്ങാലി, മീഡിയ കോർഡിനേറ്റർ കൂടിയായ ശ്രീ ബിനു ചെങ്ങളം, CD വത്സപ്പൻ ഉൾപ്പെടെയുള്ള ഉന്നതാധികാര സമിതി അംഗങ്ങളെ, കോട്ടയം നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞ MV പൊന്നാട്ട് അടക്കമുള്ള നിയോജക മണ്ഡല നേതാക്കളെ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ നിരവധി പേരാണ്. ഞാൻ എഴുതാനുള്ള സമയം കിട്ടിയില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ പുതുതായി നിശ്ചയിക്കപ്പെട്ടവരടക്കം പാർട്ടിയുടെ പ്രിയങ്കരായ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ, കോട്ടയം ജില്ലയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, മോഷണ സംഘടനാ ഭാരവാഹികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ പ്രതിഷേധ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ പ്രിയങ്കരനായ ശ്രീ ജോയി എബ്രഹാം മുഖ്യപ്രഭാഷണത്തിലും പ്രിയപ്പെട്ട ശ്രീ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷ പ്രസംഗത്തിലും മറ്റു നേതാക്കളുടെ പ്രസംഗത്തിലും ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ നാടിനെ നടുക്കിയ ഏറ്റവും നിർഭാഗ്യകരമായ അറസ്റ്റാണ് 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിലടച്ച സംഭവം. ഈ നിഷ്ഠൂരമായ സംഭവത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. കേരളത്തിൽ എല്ലാ മേഖലയിലും ശക്തമായ പ്രതിഷേധമാണ് സിസ്റ്റേഴ്സിനെ ജയിലിലടച്ച സംഭവത്തിലുണ്ടായിരിക്കുന്നത്. ഇവരെ ജയിൽ മോചിതരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറ് കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പ്രതികരിക്കുകയുണ്ടായി. പാർട്ടി ചെയർമാൻ ബഹുമാനായ ശ്രീ PJ ജോസഫ് സാർ നിർദ്ദേശിച്ചത് പ്രകാരമാണ് നമ്മുടെ ഈ പ്രതിഷേധ സമരം കേരളമെമ്പാടും ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ പാലാ കുരിശുപള്ളി കവലയിലും അതുപോലെ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പാലായിലും യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ ആഹ്വാനം ചെയ്ത പ്രകാരം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സമര പരിപാടിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട്ട് ഇന്നലെ പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ പ്രതിഷേധ സമരവും ഇന്നലെ നടത്തുകയുണ്ടായി. ഇന്ന് കോട്ടയത്ത് നടക്കുമ്പോൾ ഈ സമരം ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ പാർട്ടി തീരുമാനിച്ച് അനൗൺസ് ചെയ്ത ഈ സമരം കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഒഴികെ അധ്യക്ഷതയിലാണെങ്കിലും നമ്മുടെ വിവിധ ജില്ലയിൽ നിന്നുള്ള വിവിധ ഭാരവാഹികൾ ഈ സമരത്തിലേക്ക് കടന്നു വരുവാൻ മനസ്സ് കാണിച്ചു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള നേതാക്കളാണ് ഭൂരിപക്ഷവും ഇവിടെ പങ്കെടുക്കുന്നത്. മറ്റു ജില്ലകളിലും ഈ സമരം നടത്തുവാൻ പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്ക് കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ കുറവലങ്ങാട്ടും പാലാ കുരിശുപള്ളിക്കവലിലും ഇന്നലെ സമര പരിപാടി നടന്നതുപോലെ കോട്ടയം ജില്ലയിലെ മറ്റ് കേന്ദ്രങ്ങളിൽ കൂടി ഈ സമരം സംഘടിപ്പിക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കൾ മനസ്സ് കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ഇവർ ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹായികളായ കുട്ടികളോടൊപ്പം അവിടെ ചെന്നിറങ്ങുമ്പോഴാണ് BJPയുടെയും ബജരംഗദളിന്റെയും RSSന്റെയും പ്രവർത്തകർ അവരെ ഏറ്റവും നീചമായി വേട്ടയാടുവാൻ മുന്നോട്ട് വന്നത്. ഛത്തീസ്ഗഡ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ നടക്കുന്നത് ആൾക്കൂട്ട വിചാരണയാണ്. ആൾക്കൂട്ട വിചാരണയും അതിക്രമങ്ങളും നേതൃത്വം കൊടുത്തുകൊണ്ട് BJPയുടെയും ബജരംഗദളിന്റെയും RSS പ്രവർത്തകർ കടന്നു വന്നത് ഏറ്റവും കൂടുതൽ അപമാനകരമായ സാഹചര്യമാണ് രാജ്യത്തുണ്ടാക്കിയത്. അതിനുശേഷം പോലീസ് അവർക്കെതിരെ കള്ളക്കേസെടുക്കുകയും കള്ളക്കേസിനെ തുടർന്ന് അവരെ ജയിലിലടക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്.
അതുകൊണ്ട് ഈ നിർഭാഗ്യകരമായ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെമ്പാടും പ്രതിഷേധം ഉയർന്നപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയും ഈ ആവശ്യത്തിൽ നമ്മൾ ശക്തമായി ഉന്നയിച്ചിട്ടുള്ളത് ഈ സിസ്റ്റേഴ്സിന്റെ മോചനമാണ്. രണ്ട് സിസ്റ്റേഴ്സിനെയും മോചിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. ഇവരുടെ പേരിലുള്ള കള്ളക്കേസ് പിൻവലിക്കുവാൻ തയ്യാറാകണം. ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇന്നലെ പാർട്ടിയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ രംഗത്ത് വന്നപ്പോൾ ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, ഇന്ത്യ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടലുകൾ ഉണ്ടായി. അങ്ങനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലേക്ക് പോകുവാൻ കേരളത്തിലെ UDF ആവശ്യപ്പെട്ടത് പ്രകാരം കേന്ദ്ര തലത്തിൽ UPA നമ്മുടെ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ഭാഗമായുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരം പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ പാർട്ടിയുടെ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് MPയും പ്രിയങ്കരനായ ശ്രീ NK പ്രേമചന്ദ്രൻ MPയും ഉൾപ്പെടെയുള്ള ലോക്സഭയിലെ MPമാർ, UDFന്റെ ഭാഗമായി നിൽക്കുന്ന ജനപ്രതികൾ, അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഇന്ന് ഛത്തീസ്ഗഡിൽ രാവിലെ എത്തിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ അവരെത്തുകയും ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം നമ്മുടെ വിഷ്ണുദേവ് സായി എന്ന് പറയുന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി, അദ്ദേഹം ഇന്നലെ നടത്തിയിരിക്കുന്ന പ്രസ്താവന ഏറ്റവും നിർഭാഗ്യകരമാണ്. ഇത് 100% എല്ലാവർക്കും ബോധ്യമുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രതിഷേധത്തിനിടയാക്കിയ ഈ സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള പൈശാചികമായ വേട്ടയാടലായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന മതമൗലികവാദികളുടെ മതേതരത്വ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന പൈശാചികമായ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുക. രാജ്യത്തുള്ള മതേതരവാദികൾ ഇതിനെ അപമാനിക്കുമ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിശ്വദേവ് സായി പറയുകയാണ് ഇതെല്ലാം ശരിയായ നടപടിയാണ് എന്ന് അയാൾ ന്യായീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ നടപടി കേരളം ഒറ്റക്കെട്ടായിട്ട് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും രംഗത്ത് വരികയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പരസ്യമായി ജനങ്ങളോട് മാപ്പ് എന്ന ആവശ്യം കേരളമൊട്ടാകെയുള്ള ജനങ്ങൾ ഉന്നയിക്കുന്നത് കേരള കോൺഗ്രസും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ തെറ്റായ നിലപാട് തിരുത്തുവാൻ തയ്യാറാകണം. ഇവിടെ ഉണ്ടായിരിക്കുന്ന കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, അതിൽ കുറ്റവാളികളായിട്ടുള്ളവരെ കണ്ടെത്തണം. സത്യസന്ധമായ അന്വേഷണം നടത്തണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇപ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇരിക്കുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ എന്ന് വ്യക്തമാക്കണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല എന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതിന്റെ കൂടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി കേരളത്തിലെ മലയാളികളായിട്ട് കേരളത്തിലെ ഇതുപോലെ വേട്ടയാടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ട് ഇടതുപക്ഷ മുന്നണി ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. ഇവർ ഈ നിമിഷം വരെ കാര്യം മുഖ്യമന്ത്രി സന്ദേശം അയച്ചു. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഒരു വാക്ക് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഈ സിസ്റ്റേഴ്സിനെ പണ്ടേ ഇറക്കിവിടും. മതന്യൂനപക്ഷങ്ങളോട് പ്രേമമുള്ള പല പാർട്ടിയും ഇടതുപക്ഷത്തെ ഭരണത്തിലിരിപ്പുണ്ടല്ലോ. ഇവരാരും ഇതിൽ ഇറങ്ങിയിട്ടില്ല. ഇവരെല്ലാം ഇവിടെ വന്ന് ഒരു ധർണയും സമരം നടത്തിയിട്ട് കാര്യമില്ല. ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ടവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത് ഈ വിഷയങ്ങളിൽ ഇടപെടാൻ തയ്യാറാണ്. അങ്ങനെ ഇടപെടൽ നടത്തിക്കൊണ്ട് നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സിനെ മോചിപ്പിക്കണം. അതിന് തയ്യാറാകണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ രംഗത്ത് വരണം. സിസ്റ്റേഴ്സിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതുപോലെ തന്നെ മന്ത്രി ജോർജ് കുര്യൻ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടുകൊണ്ട് രണ്ട് സിസ്റ്റേഴ്സിനെയും മോചിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് അനൗൺസ് ചെയ്തിട്ടുള്ള ഈ സമര പരിപാടി
കോട്ടയം ഉൾപ്പെടെ എല്ലാ കേന്ദ്രങ്ങളിലും സജീവമാക്കി നടത്തുവാൻ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫിനെയും ജില്ലയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം.